പതിനൊന്നാമത്തെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന വളരെ വ്യത്യസ്തനായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ, എന്ന് വെച്ചാൽ സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയെന്ന് വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ള നമ്മുടെ പ്രിയങ്കരനായ APJ അബ്ദുൽ കലാം സാറിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്കാണ്. ബേസിക്കലി നമ്മളിത് പറയുമ്പോൾ കലാം മാത്രമല്ല ഈ ബുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ അല്ല. അപ്പം ഒപ്പം അരുൺ തിവാരി എന്ന് പറയുന്ന വ്യക്തി നടത്തിയ ഇൻ്റർവ്യൂവും കൂടി ചേർത്ത്, അദ്ദേഹമായിട്ട് നടത്തിയ അഭിമുഖവും കൂടി ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ജീവചരിത്രം എല്ലാ ഭാഗവും ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഡ്രീംസ് 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 ചേഞ്ച്ഡ് ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് ഇൻ ടു ആക്ഷൻസ് എന്നാണ്. അപ്പോൾ അവിടെ അദ്ദേഹം വ്യത്യസ്തമായിട്ട് പറയുന്നു, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളല്ല, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് കാണേണ്ടതെന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസാധാരണമായ അല്ലെങ്കിൽ അനിതര സാധാരണമായ ഒരു വ്യക്തിയുടെ പുസ്തകത്തുമാണ് നമ്മളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ ആദ്യമായിട്ട് ശ്രദ്ധിച്ചപ്പോൾ, ഇതിൻ്റെ വായനയിൽ ആദ്യം ശ്രദ്ധിച്ചത്, അദ്ദേഹം ഇതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അമ്മയെക്കുറിച്ചുള്ള ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. തൻ്റെ അമ്മയോടുള്ള, തൻ്റെ പിറന്ന നാട് രാമേശ്വരത്ത് ജനിച്ച വ്യക്തിയുടെ ആ നാടിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, ഇന്ന് നമ്മൾ കാണുന്ന ജനങ്ങളിൽ കാണുന്ന ആത്മഹത്യ പോലുള്ള ടെൻഡൻസി, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ മനുഷ്യർ ശരിക്കും ഉൾക്കൊണ്ട് വായിച്ചാൽ ഇങ്ങനെയുള്ള പ്രവണത ഒരുപാട് ചെറുപ്പക്കാർ ശരിക്കും ചിന്തിക്കാതെ, അവരുടെ ജീവിതത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാതെ ആത്മഹത്യയിലേക്ക് നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ അവരെ മനസ്സിലാക്കിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അറിവെന്ന് പറയുന്നത് അവർ അതിൽ നിന്ന് എങ്ങനെ പിന്തിരിയുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ പോസിറ്റീവ് ഔട്ട്ലുക്കിലാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയാം. രണ്ട്, ശാസ്ത്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സാധാരണമായിട്ടുള്ള ഒരു വളരെ ഗരീബി എന്നൊക്കെ ഹിന്ദി പറയുന്ന പോലെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി, അങ്ങനെയുള്ളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി, അച്ഛനോ അമ്മയോ വലിയ, നമ്മൾ പറയുന്ന ഇന്നത്തെ ഭാഷ പഠിപ്പിസ്റ്റുകൾ എന്നൊക്കെ പറയുമല്ലോ, അത്തരത്തിലൊരു എഞ്ചിനീയറോ ഡോക്ടറുടെ ഒന്നും അല്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലൊരു മനുഷ്യൻ ധനുഷ്കോടിയിൽ നിന്ന്, രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് ബോട്ടുമായി നടക്കുന്ന ഒരു ബോട്ടുകാരൻ്റെ മകൻ ഈ രീതിയിലേക്ക് ഉയർന്നു വരിക, അത് മറ്റുള്ളവർ മാതൃകയാക്കേണ്ടതാണ്. അപ്പോൾ ആര് വിചാരിച്ചാലും, ഏത് കുടിൽ ജനിച്ചവർ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ആയിത്തീരാം എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയായിരുന്നു. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഗാന്ധിജി പറഞ്ഞത് അന്വർത്ഥമാക്കിയാണ് കലാം ചെയ്തത്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം അറിവാണ് കിട്ടേണ്ടത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുന്നത്, ഇതിൻ്റെ ആദ്യ ചാപ്റ്ററിലൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചാണ്. രാമേശ്വരത്തെ കുട്ടിക്കാലം, ആ രാമേശ്വരത്തെ ഒരു ക്ഷേത്രം 10 മൈലുകൾ മാത്രം അകലെയാണ് രാമേശ്വരത്തെ അമ്പലം എന്ന് പറയുന്നത്, ഹൈന്ദവ അമ്പലം. പക്ഷേ അവിടുത്തെ പൂജാരിയും ആ പറയുന്ന പക്ഷി ശാസ്ത്രികളും ഇദ്ദേഹവും തൻ്റെ അച്ഛനും തമ്മിലുള്ള, ജൈനലുബ്ദീൻ എന്ന് പറയുന്ന അച്ഛനും തമ്മിലുള്ള ബന്ധം നമുക്ക് ഇന്നത്തെ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് അറ്റാച്ച്മെൻറ്റിലാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവർ തമ്മിലിരുന്ന് സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ കാണുമ്പോൾ അതിശയം തോന്നാറുണ്ട് എന്ന് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മതമൈത്രിയുടെ പ്രതീകം കൂടിയായിരുന്നു കലാം എന്നുള്ളത് നമ്മൾ പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. അപ്പോൾ ഒപ്പം അമ്മയുടെ കാര്യം, അമ്മ ആ എന്തില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്കും കൊടുക്കാൻ ഇത്രയേറെ മനസ്സുള്ള ഒരമ്മ. അപ്പം അങ്ങനെയുള്ള വിശാല ഹൃദയനായ അച്ഛൻ്റെയും
അങ്ങനെയുള്ള വളരെ സ്നേഹമയ്യായ അമ്മയുടെയും മകനായിട്ട് ജനിച്ച കലാം ഒരുപക്ഷെ അത്തരത്തിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ അമ്മയോടും അച്ഛനുമുള്ള കടപ്പാടിൻ്റെയും ആ നിസ്വാർത്ഥമായ ജീവിതത്തിൻ്റെ ഇദ്ദേഹത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് ഇന്നത്തെ ആൾക്കാർ കിട്ടിയാൽ അവർ എന്തുമാത്രം ഒരു അഹന്തയുടെ രീതിയിലേക്ക് ചിന്തിക്കുന്നവരുണ്ടെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ സാധാരണ മരങ്ങളിൽ ഈ കാ പിടിക്കുമ്പോഴേ മരങ്ങളിനകത്തൊക്കെ കാ പിടിക്കുമ്പോൾ മരച്ചില്ല താഴോട്ട് വളയുകയല്ലേ ചെയ്യുക. പക്ഷെ നമ്മൾ ഇന്നത്തെ തലമുറ ദൈവവിശ്വാസമൊക്കെ കാണും. പക്ഷെ പലർക്കും ഈ ഒരു പ്രൊഫഷൻ ഒരു ഉദ്യോഗമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവർക്കൊരു പദവി പ്രമാണം ഒരു പക്ഷെ പുള്ളി അവിടെ എളിമയാണ്. കാരണം ഈ പുസ്തകം വായിക്കുമ്പോൾ തൻ്റെ ഗുരുനാഥന്മാരെ ആവർത്തിച്ച് അദ്ദേഹം സ്മരിക്കുന്നുണ്ട്, തന്നെ പഠിപ്പിച്ചവരെ. അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനൊക്കെ ആയി പോയിട്ടും പ്രസിഡൻ്റായി പോയിട്ടും തൻ്റെ ഗുരുക്കന്മാരെ കാണാൻ പലപ്പോഴും മടങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ ഗുരു ഭക്തി അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. 2, നല്ല അഡമൻ്റ് മീൻസ് വളരെ സ്റ്റബേണായ അടിയുറച്ച ദൈവവിശ്വാസിയായ വ്യക്തിയാണ്. ആ വിശ്വാസത്തെ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിട്ട് പോലും വിശ്വാസത്തെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അത് ഒരു തെളിവെന്ന് പറഞ്ഞാൽ ഈ കലാം നമ്മുടെ ആദ്യം അദ്ദേഹത്തിൻ്റെ രാമേശ്വരത്തെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി രാമനാഥപുരം എന്ന സ്ഥലത്തേക്ക് ഹയർ എഡ്യൂക്കേഷനായിട്ട് പോകുന്നുണ്ട്. അന്നേരം അമ്മയ്ക്ക് വളരെ വിഷമമായിരുന്നു. അപ്പോൾ അമ്മയോട് അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ മകനോട് നിനക്ക് സ്നേഹം കൊടുക്കാം, പക്ഷെ അവൻ്റെ മോഹങ്ങളെ തകർക്കാൻ നിനക്കാവില്ല എന്ന് പറയുന്നുണ്ട്. നിനക്ക് സ്നേഹിക്കാം അവനെ, അത് നിൻ്റെ കടമയാണ് അമ്മ എന്നുള്ള നിലയിൽ, പക്ഷെ നിനക്ക് അവൻ്റെ മോഹങ്ങളെ തകർക്കാനാവില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മയും അച്ഛനും മോൻ എന്തൊക്കെയോ ആകും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് മകനെ രാമനാഥപുരത്തേക്ക് കയറ്റിവിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെയും മനസ്സിലുള്ള നമ്മുടെ ഇന്നത്തെ കുട്ടികൾ എത്രത്തോളം അതൊക്കെ സാക്ഷാത്കരിക്കുന്നു, അമ്മയും അച്ഛനെയും എത്രമാത്രം അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ അഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കുന്നു കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ പുള്ളി അതൊരു ഡെഡിക്കേറ്റഡ് ആയിരുന്നു. പുള്ളിയെ സംബന്ധിച്ച് അമ്മയോടും അച്ഛനോടുമുള്ള ആ ഒരു അതിര് കിടന്ന എക്സസീവ് ഡിസയർ എന്നോ അല്ലെങ്കിൽ അഭിവാജ്ഞമായ ഒരു അറ്റാച്ച്മെൻറ്റ്, അതൊരു ഭയങ്കര ഒരു കാര്യമായിരുന്നു. അമ്മയ്ക്കും അച്ഛന് കളക്ടർ ആവണം, മോനെ ഒരു കളക്ടർ ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കളക്ടറല്ലല്ലോ ആയത്, ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് ആയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമുക്കൊരു ഡെഡിക്കേറ്റഡായ ഒരു ഡിസയർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഏത് ഉയർന്ന പദവിയിൽ എത്താമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അദ്ദേഹം കാണിച്ചു തന്നത്. അപ്പോൾ ആർക്കും ആകാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ അവിടെ ഒരു അനുകരണീയമായ ഒരു അസാമാന്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ പുള്ളി അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സെൻറ്റ് ജോസഫ് കോളേജിൽ പഠിച്ചു. അവിടുത്തെ അച്ഛന്മാരുടെ പെരുമാറ്റം അദ്ദേഹത്തെ വളരെയേറെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് അദ്ദേഹത്തെ ശരിക്കും സ്വാധീനിച്ചത് അവിടുത്തെ പിതാക്കന്മാരുടെ പുരോഹിതന്മാരുടെ പെരുമാറ്റം വളരെയേറെ അദ്ദേഹത്തെ സ്വാധീനിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് ജ്ഞാനം ഉണ്ടാക്കാൻ അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു ഘടകമായിരുന്നു സെൻറ്റ് ജോസഫിൽ വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അതും കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മറ്റു മോഹങ്ങൾ പോവിട്ടത്. ഇനി ഉയർന്ന പഠനം എന്ത് ചെയ്യണം, താൻ ഫിസിക്സ് ഒരു വിഷയം. കാരണം അദ്ദേഹത്തിന് പക്ഷികളിങ്ങനെ പറക്കുന്ന കാണുമ്പോൾ ക്യാൻ ഐ ഫ്ലൈ, എനിക്ക് പറക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് പറ്റിയില്ലെങ്കിലും പറക്കാൻ പറ്റുന്ന സാധനങ്ങൾ, പറപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കണ്ടെത്തിയ ആളാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. അങ്ങനെയാണ് MITയിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. MIT അന്നത്തെ മദ്രാസിലെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ IIT പോലെ അവിടുത്തെ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്നുണ്ടായിരുന്ന MIT ആണ്. അപ്പോൾ അവിടെ അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. അവിടെ ചെന്നപ്പോഴോ അവിടെ പുറത്ത് ഈ കുട്ടികൾക്ക് ഒരു എക്സിബിഷൻ മാതിരി 2 വിമാനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി അങ്ങോട്ട് കയറി ചെല്ലുമ്പം തന്നെ ഈ വിമാനങ്ങൾ കണ്ട് അദ്ദേഹം ഇങ്ങനെ വളരെ സന്തോഷത്തോടെ എന്തോ അതിൻ്റെ ക്യൂരിയോസിറ്റിയോടെ അത് എങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അത് അവർക്ക് പ്രാക്ടിക്കലിനുമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. വിമാനത്തിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പുള്ളിക്ക് അതിനോടൊക്കെ ഒരു വലിയ താല്പര്യം തോന്നുകയാണ്. കാരണം മനസ്സിലൊരു പൈലറ്റ് ആവണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഈശ്വരവിശ്വാസം കാരണം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പൈലറ്റ് ആവാൻ വേണ്ടി ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് അദ്ദേഹം ഡെറാഡൂണിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ 25 പേരെ വിളിച്ചപ്പോൾ 8 പോസ്റ്റിങ്ങേ ഉള്ളൂ പൈലറ്റിൻ്റെ. ഇദ്ദേഹത്തിൻ്റെ നമ്പർ എത്ര? 9ാമത്തെയാണ്. അപ്പോൾ 8 പേരെ സെലക്ട് ചെയ്തു. 9ാമതായപ്പോഴത്തേക്ക് പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്ക് അത്രയും വേക്കൻസി ഉള്ളു, ക്ലോസ് ആയി. അപ്പോൾ അതും വളരെ വല്ലാത്തൊരു വിഷമത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. അദ്ദേഹം ഡിജക്റ്റഡായി, നിരാശനായി, ഡിസപ്പോയിൻറ്റഡ് ആവുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ പുള്ളിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, തൊട്ടടുത്ത ഒരാശ്രമത്തിലേക്ക്, ശിവാനന്ദാശ്രമത്തിലേക്ക് ചെല്ലുകയാണ്. കാരണം അദ്ദേഹം ഒരു സ്പിരിച്വലി അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ആളായതുകൊണ്ടാണ് ശിവാനന്ദാശ്രമത്തിൽ ചെല്ലുന്നു. ആ ശിവാനന്ദ യോഗിയെ കാണുന്നു. യോഗി പറയുന്നു, നിങ്ങളിതിലൊന്നും പതറരുത്, ഇതിലൊന്നും തകരരുത്.
അത് ഈവൻ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഒരു മുസ്ലിം എന്നുള്ള പേര്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ മുസ്ലിം ആണെന്ന് പോലും ഒരു ഭാവപകർച്ചയും ആ യോഗിയുടെ മുഖത്ത് കണ്ടില്ലെന്നും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യത്വം പോലെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനിലൂടെ അദ്ദേഹം അതിനെ ഓവർകം ചെയ്യുകയാണ്. കുട്ടി, നിനക്കൊരു വലിയ ഭാവിയുണ്ട്, നിനക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. അപ്പം നിനക്ക് അത് നീ മറന്ന് നീ നിരാശയിലേക്ക് പോകരുതെന്നുള്ള ആ സന്യാസിയുടെ പറച്ചിൽ അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആത്മീയ വീക്ഷണത്തിലൂടെ സ്വന്തം മാനസിക സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് കലാം എന്ന് പറയുന്നത്. ഞാൻ അതാണ് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറഞ്ഞതാണ്. അതായത് ശാസ്ത്രജ്ഞനായതുകൊണ്ടോ സയൻസ് പഠിച്ചതുകൊണ്ടോ അദ്ദേഹത്തിന് സ്പിരിച്വാലിറ്റി കുറഞ്ഞതൊന്നുമില്ല. എന്നാൽ മതേതര സ്വഭാവം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം പിന്നെ തിരിച്ചു വന്നപ്പോഴേക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രൈം മിനിസ്റ്ററായിട്ടിരിക്കുമ്പോൾ അവർ നമ്മുടെ ഡിഫൻസിൻ്റെ ഒരു റിസർച്ച് വിങ്ങിൻ്റെ ഒരു പുതിയ മേഖല തുടങ്ങിയതിനകത്ത് അദ്ദേഹം അതിലേക്ക് അപേക്ഷ കൊടുക്കുന്നു. അദ്ദേഹത്തിന് ഡിഫൻസിലെ ഒരു നമ്മുടെ പ്രതിരോധ കാര്യാലയത്തിൽ ജോലി കിട്ടുകയും ചെയ്യുന്നു. 250 രൂപയ്ക്കാണ് ആദ്യം ജോലിക്ക് ചേരുന്നത്. 250 രൂപയ്ക്കാണ്. ഈ പ്രതിരോധ കാര്യാലയത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വിമാനത്തിൻ്റെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തന്ത്രപ്രധാനമായ ചില മിസൈലുകൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ടെക്നോളജിയെക്കുറിച്ചുള്ള ചർച്ച വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വിമാനത്തിൻ്റെ പൈലറ്റ് ആകാൻ കഴിഞ്ഞില്ലെങ്കിലും വിമാനം പോലെയുള്ള സാധനങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവ കാര്യങ്ങൾ വ്യക്തമായിട്ട് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം മിസൈൽ നിർമ്മാണ രംഗത്തേക്ക് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഈ ടെക്നോളജി മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് വിടുന്നുണ്ട്. അവിടെ അമേരിക്കയിൽ ചെന്നപ്പോഴോ ഇദ്ദേഹത്തിൻ്റെ ടാലൻറ്റ്, ഇദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം, മികവ് മനസ്സിലാക്കിയ അമേരിക്കയിലെ പ്രതിരോധ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നു, നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്നതിൻ്റെ 12 മടങ്ങ് സാലറിയും അമേരിക്കൻ പൗരത്വവും അദ്ദേഹത്തിന് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഐ ഹാവ് ഡെഡിക്കേഷൻ ടു മൈ കൺട്രി. എനിക്ക് എൻ്റെ രാജ്യത്തിനോട് കടപ്പാടുണ്ട്, ഞാനൊരു പാട്രിയോട്ടിക്കാണ്, രാജ്യത്ത് സ്നേഹമുള്ള പൗരനാണ്. സോ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു സെർവ് മൈ കൺട്രി എന്നാണ്. എൻ്റെ രാജ്യത്തെ സേവിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. അല്ലാതെ മറ്റൊരാളെ കണ്ട് പണം കണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ പൗരത്വം കണ്ടോ മോഹിച്ച് അമേരിക്ക നിൽക്കുന്ന വ്യക്തിയല്ല ഇദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത, നമുക്കത് വളരെ ഒരു രീതിയിലും തിരിച്ചൊന്ന് ചർച്ച ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം വളരെ വ്യക്തമാക്കി തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ തിരിച്ച് ഇന്ത്യയിൽ അവിടുത്തെ ട്രെയിനിങ്ങിന് ശേഷം വരുന്നു. നമ്മുടെ ISRO ഇവിടെ നമ്മൾ എടുത്തു കാണിക്കേണ്ടത്, നമുക്കറിയാവുന്ന വിക്രം സാരാഭായ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, മറ്റൊരാളെ അവരുടെ കഴിവുകൾ പ്രശംസിക്കുന്നതിൽ അദ്ദേഹം ഒരു മടിയും കാണിച്ചിട്ടില്ല. നമ്മുടെ ഇന്നത്തെ മനുഷ്യരിൽ കാണുന്ന ഏറ്റവും വലിയൊരു ന്യൂനത അതാണ്. മറ്റൊരാളുടെ കഴിവിനെ അംഗീകരിക്കുക, അക്സെപ്റ്റൻസ്, അത് ഇന്നത്തെ മനുഷ്യരെ സംബന്ധിച്ച് കുറവാണ്. അതേസമയം പുള്ളി അങ്ങനെയല്ല. അദ്ദേഹം സതീഷ് ധവാനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ SLV, നമ്മുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അതായിരുന്നു, ആ മേഖലയിലാണ് അദ്ദേഹം പണി ചെയ്തത്, സാറ്റലൈറ്റുകൾ ഉണ്ടാക്കുക. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം പുള്ളിയുടെ ഒരു പരാജയമായിരുന്നു. പുള്ളി എന്ത് ചെയ്തു? ഹി ഹാഡ് റിട്ടൺ ദി റെസിഗ്നേഷൻ. അദ്ദേഹം രാജിക്കത്ത് എഴുതി. അപ്പോൾ സതീഷ് ധവാനാണ് ചെയർമാനായിട്ടിരിക്കുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ. അപ്പോൾ സതീഷ് ധവാൻ പറഞ്ഞത്, മിസ്റ്റർ കലാം, വൈ ഡു യു ഗിവ് മീ ദിസ് റെസിഗ്നേഷൻ ലെറ്റർ? എന്തിനാണ് എനിക്കിത് തന്നത്? ഐ കാണ്ട് ആക്സെപ്റ്റ് ഇറ്റ്. എനിക്കിതൊരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ അടുത്ത ഒരു അറ്റംപ്റ്റ് നടത്തൂ. ഒരറ്റംപ്റ്റിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ അടുത്ത ഒരു അറ്റംപ്റ്റിൽ വിജയിക്കില്ലെന്ന് ആര് പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശിരസാ വഹിച്ചപ്പോൾ മറ്റൊരാളെ ഒബേ ചെയ്യുന്ന ഒരു അനുസരണശീലമുള്ള വ്യക്തി കൂടിയായിരുന്നു കലാം. അദ്ദേഹം അടുത്ത ശ്രമം നടത്തി. അതൊരു വൻ വിജയമായിരുന്നു. ഇറ്റ് വാസ് എ വെരി വെരി ഹ്യൂജ് സക്സസ്, എ ഗ്രേറ്റ് സക്സസ്, ഗ്രാൻഡ് സക്സസ്. ഭയങ്കര വിജയമായിരുന്നു. അന്നും അന്ന് സതീഷ് ധവാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് മൈ വിക്ടറി, ഇറ്റ് ഈസ് എ വിക്ടറി ഓഫ് കലാം. ഇത് കലാമിൻ്റെ മാത്രം മെറിറ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം അതിനെക്കുറിച്ച് കലാം ഇങ്ങനെ പ്രതികരിക്കുകയുണ്ടായി, പരാജയത്തിൽ നിന്ന് എങ്ങനെ പാഠങ്ങൾ പഠിക്കാം. അപ്പം നമ്മൾ വിജയികളിൽ നിന്നല്ല പഠിക്കേണ്ടതെന്നും പരാജിതരിൽ നിന്നാണ് കാര്യങ്ങൾ പഠിക്കേണ്ടതെന്നും അദ്ദേഹം ഇവിടെ സവിസ്തരം ഈ ബുക്കിൽ പറയുന്നുണ്ട്. അല്ലാതെ വിജയിക്കുന്നവർ വിജയിച്ചു, ഈ മറ്റേ ഒരാൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ നമ്മളെ വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെയും അദ്ദേഹം മറ്റുള്ളവരെ എത്രമാത്രം അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇതേപോലെയാണ് നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ തലവനെന്ന് പറയുന്ന വിക്രം സാരാഭായിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
വിക്രം സാരാഭായിയെക്കുറിച്ച് എന്ത് പ്രകീർത്തിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ മറ്റ് മികവുള്ള ശാസ്ത്രജ്ഞന്മാരെ അംഗീകരിക്കുകയും അവരുടെ മികവിനെ ബഹുമാനിക്കുകയും ചെയ്ത വ്യക്തി കൂടിയായിരുന്നു കലാം എന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. അതാണ് ഈ പുസ്തകത്തിൻ്റെ മെറിറ്റ്. ഒരു തലത്തിൽ മാത്രമല്ല, സഹപ്രവർത്തകരോടുള്ള ബഹുമാനം എങ്ങനെയാണ്, എങ്ങനെ എളിമയും വിനയവുമായിട്ട് നമുക്ക് പ്രവർത്തിക്കാം, എങ്ങനെയാണ് ജീവിതത്തിൽ എളിമയിൽ നിന്ന് നമ്മൾ ഉയർച്ച നേടേണ്ടത്, ഇതെല്ലാം പിന്നീടാണ് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് അഡ്വൈസറായിട്ട് നിയമിക്കുന്നത്. ആ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. കാരണം എല്ലാം രാജ്യത്തിന് വേണ്ടിയാണ്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം വിവാഹിതനല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വധു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ രാജ്യമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ക്ഷണവും സ്വീകരിച്ചു. അപ്പോൾ ചെയ്ത മേഖലകളിലെല്ലാം 10 വർഷത്തോളം നമ്മുടെ തിരുവനന്തപുരത്ത് ISROയുടെ ചെയർമാൻ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു. തിരുവനന്തപുരമായിട്ട് നല്ല ബന്ധമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അനുകരണീയമായ, ആർക്കും സ്വീകരിക്കാവുന്ന, അല്ലെങ്കിൽ ആർക്കും പഠിക്കാവുന്ന, ആർക്കും മാതൃകയാക്കാവുന്ന ഒരു അസാമാന്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കലാം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം വളരെ അക്കമിട്ട് നിരത്തുന്നത്. ഇപ്പം തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഒരു തലമുറയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടിയില്ലേ, എനിക്കൊന്നും ആവാൻ പറ്റുന്നില്ലേ എന്ന നെഗറ്റീവ് ചിന്താഗതിയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇദ്ദേഹത്തെ നമുക്ക് തീർച്ചയായിട്ടും ഒരു മോഡലാക്കാം. കാരണം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എടുത്തു കാണിക്കാവുന്ന ക്വാളിറ്റീസ്? അദ്ദേഹം നല്ല ഒരു ഈശ്വര വിശ്വാസിയായിരുന്നു. 1, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ്. 2, വർക്ക് ഫോർ ദ പ്രോസ്പെരിറ്റി ഓഫ് ലൈഫ് ദോസ് ഹു ഹാവ് നത്തിങ് ടു ഡീൽ. പ്രവർത്തിക്കുക, നമ്മൾ പ്രവർത്തിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കിലൂടെ എന്തും നേടിയെടുക്കാം, കഠിനാധ്വാനത്തിലൂടെ. അദ്ദേഹം അതാണ് നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ ആദ്യം തുടങ്ങിയപ്പം പറഞ്ഞല്ലോ, ഡ്രീംസ് ഡ്രീംസ് ഡ്രീംസ്, സ്വപ്നങ്ങൾ എന്തായി മാറണം? ഡ്രീംസ് ചേഞ്ച്ഡ് ഇൻ ടു തോട്ട്സ്, ചിന്തകളായി മാറണം. ആൻഡ് തോട്ട്സ്, ചിന്തകൾ മാത്രം പോരാ, തോട്ട്സ് ഇൻ ടു ആക്ഷൻസ്. ആ ചിന്തകൾ പ്രവൃത്തി പദത്തിൽ എത്തിക്കുകയും വേണം. അത്തരത്തിൽ സ്വന്തം പ്രവൃത്തിയിലൂടെ, സ്വന്തം ഇച്ഛാശക്തിയിലൂടെ ഔന്നത്യത്തിൽ, രാജ്യത്തെ പ്രഥമ പൗരസ്ഥാനം, ഇന്ത്യയുടെ പ്രസിഡൻ്റായി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നാരും സപ്പോർട്ട് ചെയ്തിട്ടല്ല. അപ്പോൾ ഈ വക കാര്യങ്ങൾ വായിച്ച് ഒരു കുട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പഠിതാവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പഠിക്കാൻ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ആർക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന ബുക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ് ഇത് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, അരുൺ തിവാരിയും ഇദ്ദേഹവും കൂടിയുള്ള സംഭാഷണങ്ങൾ. അരുൺ തിവാരിയാണ് ഇതിനകത്ത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളാണെങ്കിലും വളരെ ഭംഗിയായ രീതിയിൽ, വളരെ ഡെഡിക്കേറ്റഡായ രീതിയിൽ ഇതിനകത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജീവിതത്തിൽ പാഠമാക്കാവുന്ന ഒരു അസാമാന്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ കലാമിനെക്കുറിച്ച് ഈ പുസ്തകത്തിലൂടെ വായിക്കാം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മഹാന്മാരുടെ ആത്മകഥകൾ തന്നെയാണ്, ജീവചരിത്രങ്ങൾ തന്നെയാണ് ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറയും. കാരണം 1939 ഇദ്ദേഹം സെക്കൻഡ് വേൾഡ് വാർ നടക്കുക, ലോകമഹായുദ്ധം നടക്കുന്നത്. ആ സമയത്ത് തൻ്റെ ഒരു സുഹൃത്ത് സ്ഥിരമായിട്ട് പത്രം അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 1000ഓളം പത്രങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തിന് തീവണ്ടികൾ ഈ യുദ്ധസമയത്ത് അവിടെ നിർത്താൻ പാടില്ലായിരുന്നു ആ പോകുന്ന റൂട്ടിൽ. അങ്ങനെ ഒരു ഓർഡർ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അപ്പം പത്രങ്ങൾ അവിടെ നിന്ന് കെട്ട് വലിച്ചെറിയുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീഴും. അപ്പോൾ ആ കൂട്ടുകാരനെ സഹായിക്കാൻ പോയി അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ ബോയ്, പത്രമിടുന്ന കുട്ടിയായിട്ട് മാറുന്നുണ്ട്. പത്രം ഇടാൻ വേണ്ടി നടന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് അദ്ദേഹം വായനയോടൊരു താല്പര്യം ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെ വായിക്കാം, വായിച്ചാൽ നമുക്ക് കിട്ടുന്ന അറിവ് എന്തൊക്കെയാണ്? അതേപോലെ ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രീയ ബോധം, ശാസ്ത്രബോധം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. പ്രകൃതിയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ ശാസ്ത്രീയമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ശാസ്ത്രീയമായി കാര്യങ്ങൾ എങ്ങനെ വിശകലനം ചെയ്യാമെന്ന് കൂടി അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ആ ശാസ്ത്രീയ ബോധവും, പിന്നെ ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വികാസത്തിനും പറ്റിയ ഏറ്റവും നല്ല ഉത്തമ ബുക്കായിട്ട് നമുക്കിതിനെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബുക്ക് ഇംഗ്ലീഷിലും, അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ DC-യുടെ ബുക്ക് സ്റ്റാളുകളിലും ഇതിൻ്റെ കോപ്പികൾ അവൈലബിളാണ്. അങ്ങനെ നമുക്കൊരു മാറ്റത്തെക്കുറിച്ച് നല്ലൊരു നാളെ പ്രതീക്ഷിച്ചുകൊണ്ട്, കാരണം എല്ലാം നല്ലതിനു വേണ്ടിയാണ്, എല്ലാവരും പറഞ്ഞിരിക്കുന്നത് നല്ല ചിന്തകൾ നമുക്കുണ്ടാവട്ടെ എന്നാണ്. അപ്പോൾ നമ്മൾ ഏത് ആത്മീയ ഗ്രന്ഥം വായിച്ചാലും നമുക്ക് അതിൽ നിന്നെല്ലാം കിട്ടേണ്ടത് ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇപ്പം നമ്മൾ ബൈബിൾ വായിക്കുന്നു. അപ്പോൾ ബൈബിളിൽ ക്രൈസ്റ്റ് പറഞ്ഞിരിക്കുന്നത്
എല്ലാം പോസിറ്റീവ് കാര്യങ്ങളല്ലേ. അന്വേഷിപ്പുവിൻ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ തേടുന്നവനെ കണ്ടെത്തത്തുള്ളൂ. നോക്കിംഗ് ഡോർ വിൽ ബി ഓപ്പൺ, മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടും എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ്. അപ്പം അതുകൊണ്ടാണ് എല്ലാ വരികളും ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, ഞാൻ അതൊന്നും സംസാരിക്കുന്നില്ല, നമുക്കതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നവരാണ്. അപ്പോൾ ബിബ്ലിക്കലായിട്ടുള്ള ആശയങ്ങളും അങ്ങേയറ്റം ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് കലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ബുക്കുകൾ എല്ലാവരും വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.